നമസ്കാരം സുഹൃത്തുക്കളെ. PSC പരീക്ഷാ സഹായി മെമ്മറി ബൂസ്റ്റിംഗ് ഭാഗം 3 എല്ലാവർക്കും സ്വാഗതം. ചോദ്യം 1. ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം. ഓപ്ഷൻ 1 ഇംഗ്ലണ്ട്, ഓപ്ഷൻ 2 ജപ്പാൻ, ഓപ്ഷൻ 3 ഇന്ത്യ, ഓപ്ഷൻ 4 ന്യൂയോർക്ക്. ഉത്തരം 2 ജപ്പാൻ. നമുക്ക് സുപരിചിതമായ ഒരു പേരാണ് നിപ്പോൺ. നിപ്പോൺ പെയിൻറ്, നിപ്പോൺ ടെലിവിഷൻ, നിപ്പോൺ ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റം മുതലായവ ജപ്പാനിൽ തുടക്കം കുറിച്ച കമ്പനികൾ ആണ്. ഇംഗ്ലീഷ് വാക്കായ ജപ്പാൻ ഉണ്ടായത് ചൈനീസ് പ്രൊനൗൺസിയേഷൻ ആയ ജാപ്പാനീസ് നെയിം നിപ്പോണിൽ നിന്നും ആണ്. നിപ്പോൺ എന്നാൽ ജപ്പാനിൽ സൺ ഒറിജിൻ എന്നാണ്. അങ്ങനെ ജപ്പാൻ ഉദയസൂര്യൻ്റെ നാട് എന്ന് അറിയപ്പെടുന്നു. ഉദയസൂര്യൻ എന്ന പേരും നിപ്പോണും ജപ്പാനും എല്ലാം കൂടെ ഒരു ലിങ്ക് ആയിട്ട് പഠിച്ചാൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഒരിക്കലും മറക്കാതെ ഇരിക്കാം. ചോദ്യം 2. ചൈതന്യഭൂമി ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ്? ഓപ്ഷൻ 1 KR നാരായണൻ, ഓപ്ഷൻ 2 മൊറാർജി ദേശായി, ഓപ്ഷൻ 3 ചരൺ സിംഗ്, ഓപ്ഷൻ 4 അംബേദ്കർ. ഉത്തരം 4 അംബേദ്കർ. ചൈതന്യ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ രാജ്യത്തിന് ഒരു നവചൈതന്യം കൊടുത്ത ഒരു വ്യക്തിയായിരിക്കും എന്ന് ഊഹിക്കാം. സ്വാതന്ത്ര്യത്തിന് ശേഷം വിഘടിച്ചു കിടന്ന എല്ലാ നാട്ടുരാജ്യങ്ങളെയും ഒരു കുടക്കീഴിലാക്കി ഇന്ത്യ എന്ന ഒരു മഹാരാജ്യം ഒരു സുസജ്ജമായ ഭരണഘടനയുടെ കീഴിൽ ഒരു നവചൈതന്യം ഉണ്ടാക്കിയതിൽ അംബേദ്കർക്കുള്ള പങ്ക് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് അംബേദ്കറുടെ അന്ത്യവിശ്രമ സ്ഥലം ചൈതന്യഭൂമി എന്നത് നമുക്ക് മറക്കാതെ ഓർത്തിരിക്കാം. ചോദ്യം 3. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം. ഓപ്ഷൻ 1 2000, ഓപ്ഷൻ 2 2004, ഓപ്ഷൻ 3 2005, ഓപ്ഷൻ 4 2006. ഉത്തരം 3 2005. വിവരാവകാശ നിയമം പാർലമെൻറ്റ് പാസാക്കിയത് ജൂൺ 15, 2005 അത് നിലവിൽ വന്നത് ഒക്ടോബർ 12, 2005. നമ്മുടെ ജീവിതത്തിൽ ഈ ഇയറിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ബർത്ത്ഡേയോ മറ്റോ ചേർത്ത് വെച്ച് ഓർമ്മയിൽ സൂക്ഷിച്ചാൽ 2005 എന്ന ഇയർ മറക്കാതെ ഇരിക്കും. ചോദ്യം 4. അഭയദേവ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ 1 അയ്യപ്പൻ പിള്ള, ഓപ്ഷൻ 2 KS കൃഷ്ണപിള്ള, ഓപ്ഷൻ 3 N കൃഷ്ണപിള്ള, ഓപ്ഷൻ 4 CV രാമൻപിള്ള. ഉത്തരം 1 അയ്യപ്പൻ പിള്ള. ഇവിടെ അഭയദേവ് എന്നതും അയ്യപ്പൻ പിള്ള എന്ന പേരും തമ്മിലുള്ളൊരു ചേർച്ച മനസ്സിൽ മറക്കാതെ സൂക്ഷിച്ചാൽ ഇതിൻ്റെ ഉത്തരം എളുപ്പത്തിൽ എന്നെന്നും ഓർത്തിരിക്കാം. ചോദ്യം 5. മുന്തിരി കൃഷിയുടെ ശാസ്ത്രീയ നാമം എന്ത്? ഓപ്ഷൻ 1 എപ്പിക്കൾച്ചർ, ഓപ്ഷൻ 2 വിനികൾച്ചർ, ഓപ്ഷൻ 3 വെർമികൾച്ചർ, ഓപ്ഷൻ 4 ഫ്ലോറികൾച്ചർ. ഉത്തരം 2 വിനികൾച്ചർ. മുന്തിരിയിൽ നിന്നും നമ്മൾ വൈൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ മുന്തിരി കൃഷിയെ നമ്മൾ മുന്തിരി വൈൻ ആയിട്ട് ബന്ധിപ്പിച്ച് ചിന്തിക്കുക ആണെങ്കിൽ വിനി എന്നത് നമുക്ക് എപ്പോഴും ഓർമ്മിക്കുവാൻ കഴിയും. അതുകൊണ്ട് മുന്തിരി വൈനെയും വിനിയെയും ഒരുമിച്ച് നോക്കിയാൽ മുന്തിരി കൃഷിയുടെ ശാസ്ത്രനാമം വിനികൾച്ചർ എന്ന് നമുക്ക് എന്നും മറക്കാതെ ഓർമ്മിക്കാം. ഇതോടുകൂടി ഭാഗം 3 ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ഭാഗത്ത് കാണുന്നതുവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം.